الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത നൽകിയ മഹാന്മാരായ സഹാബത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ മനസ്സിലാക്കിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒക്കെ അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ നാം വിലയിരുത്തുകയുണ്ടായി. പ്രവാചകന്മാരുടെ ചരിത്രവും ആ പ്രവാചകന്മാരുടെ അനുചരന്മാരുടെ ചരിത്രവുമൊക്കെ നാം പഠിക്കുന്നത് അതൊരു ചരിത്ര വായന അല്ലെങ്കിൽ ചരിത്ര ആസ്വാദനം എന്നുള്ള അത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 90-ാമത്തെ ആയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചകന്മാരെ അവരുടെ ജീവിത ചരിത്രങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, ഉലൈകല്ലദീന ഹദല്ലാഹ്. ഈ പറയപ്പെട്ട പ്രവാചകന്മാരെല്ലാം അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയവരാണ്. അതുകൊണ്ട് ഫബിഹുദാഹു മുഹ്തദി, അവരുടെ സന്മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം, താങ്കൾ പിൻപറ്റണം. അപ്പൊ പ്രവാചകന്മാരുടെ ചരിത്രം നാം പഠിക്കുന്നത് ഒരു ചരിത്രം പഠിക്കുക എന്നതിൽ കവിഞ്ഞ് ആ പ്രവാചകന്മാരുടെ അനുചരന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഫബിഹുദാഹു മുഹ്തദി, ആ ചരിത്രത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കോപ്പിയടിച്ച്
ആ മഹാന്മാരെ പോലെ ജീവിതം ധന്യമാക്കുവാനുള്ള പരിശ്രമമാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുബഹിന്റെ സമയത്ത് കുത്തേറ്റ് കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ തൃപ്തിപ്പെട്ട അഥവാ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച് പ്രവാചകൻ മരണപ്പെട്ടു പോയിട്ടുള്ള അതിൽ അവശേഷിക്കുന്ന 6 ആളുകളെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുകയാണ്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലുണ്ടായ പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. അമീനു ഹാദിൽ ഉമ്മ. പിന്നീട് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ബാക്കിയുള്ളവരിൽ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് ബാക്കിയുള്ളത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകാൻ വേണ്ടി കൊടുത്ത ലിസ്റ്റിൽ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കുകയാണ്. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണെങ്കിൽ കൂടി തന്റെ അടുത്ത ഖലീഫയാകാനുള്ള ലിസ്റ്റിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. അതിന് കാരണമുണ്ട്. കാരണം 2 നിലക്കുള്ള ബന്ധം, കുടുംബ ബന്ധം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി കൊണ്ട് സഈദ് ഇബ്നു സെയ്ദിനുണ്ട്. ഒന്ന്, തന്റെ പിതൃവ്യപുത്രനാണ്, അഥവാ പിതാവിന്റെ സഹോദരന്റെ മകനാണ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ തന്റെ സഹോദരിയുടെ ഭർത്താവാണ്, തന്റെ അളിയൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ അടുത്ത ഖലീഫയായി തെരഞ്ഞെടുക്കാൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി കൊണ്ടും പിൽക്കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലോ കപടവിശ്വാസികൾ ആരോപണം ഉന്നയിച്ചേക്കാം, അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബക്കാരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അലി ഇബ്നു അബി ത്വാലിബിനെയും സഈദ് ഇബ്നു അബി വഖാസിനെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അതുപോലെ തന്നെ സുബൈർ ഇബ്നു അവ്വാം, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, ഇങ്ങനെ 6 ആളുകളെ സെലക്ട് ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 6 വ്യക്തികളെയും പ്രവാചകൻ മരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ തൃപ്തിയുള്ളവരാണവർ. ഈ 6 ആളുകളിൽ നിന്ന് 4 ആളുകൾ ഒഴിവായി. ഞങ്ങൾക്ക് ഖലീഫയാകാൻ ഒരു നിലക്കും താല്പര്യമില്ല, ഞങ്ങളത് ഏറ്റെടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ 4 ആളുകൾ ഒഴിവായി. ഇനി ബാക്കി അലി ഇബ്നു അബി ത്വാലിബും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ 2 ആളുകളിൽ നിന്ന് ഇനി ആരെയാണ് ഖലീഫയായിക്കൊണ്ട് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മദീനയുടെ ഓരോ വീടുകളിലും അൻസാരികളുടെയും മുഹാജിറുടെയും മുഴുവൻ വീടുകളിൽ കയറി അദ്ദേഹം ഒരു സെൻസസ് നടത്തി. സഹാബത്തിന്റെ അഭിപ്രായം ചോദിച്ചു. ആ സഹാബത്ത് ഏകകണ്ഠമായി പറഞ്ഞ കാര്യമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കണം. കാര്യം അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കുറച്ചുകൂടി പ്രായം കുറവുള്ള വ്യക്തിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ് അലി ഇബ്നു അബി ത്വാലിബിനേക്കാൾ ഒരുപാട് ശ്രേഷ്ഠതകളുള്ളത്. അതുകൊണ്ട് തന്നെ അൻസാരികളും മുഹാജിറുകളും ഏകപക്ഷീയമായി കൊണ്ട് തീരുമാനമെടുത്തു, അടുത്ത ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആകണം. അങ്ങനെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ ശേഷം തികച്ചും ഏകപക്ഷീയമായി കൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി വരുന്നത്. 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണശേഷം ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമെന്ന് പറയാവുന്ന തരത്തിൽ ഏകദേശം 12 വർഷക്കാലം ആഫ്രിക്കയിലേക്ക് വരെ ഇസ്ലാമിന്റെ ശബ്ദമെത്തുന്ന രീതിയിൽ ഇസ്ലാമിന്റെ ഒരുപാട് വ്യാപനങ്ങൾ നടന്നൊരു കാലഘട്ടം കൂടിയാണ്.
അദ്ദേഹത്തിന്റെ 82 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ആയിഷ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ തന്നെയും തന്റെ 63ാമത്തെ വയസ്സിലാണ് മരിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 82 വയസ്സുവരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ ജീവിതം അങ്ങനെ തന്നെ ഒരു പകർത്തിയ സഹാബിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വലിയ ധനാഢ്യനായിരുന്നു അദ്ദേഹം. ഉസ്മാനുൽ ഗനി എന്നാണ് അദ്ദേഹത്തിന് ആളുകൾ കൊടുത്തിരുന്ന പേര്. പണക്കാരനായ ഉസ്മാൻ. ആ തന്റെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ യാതൊരു മടിയും അദ്ദേഹം കാണിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അവർ യുദ്ധത്തിന് വേണ്ട ചെലവുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല, ഒരുപാട് സാമ്പത്തിക ചെലവുള്ളതാണ് യുദ്ധം. അത് പണ്ടുകാലം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. എന്നാൽ ആ തബൂക്ക് യുദ്ധത്തിന്റെ ചെലവുകളിൽ മഹാഭൂരിപക്ഷവും ഏകദേശം 100 ഒട്ടകത്തിലധികം, അതിനേക്കാൾ സമാനമായ അതിനേക്കാൾ അപ്പുറത്തുള്ള സമ്പത്തുകൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിൽ നിന്നൊരു മടിയും കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തന്റെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷം ഭാഗവും 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചതും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സമ്പത്താണ്. ആ സമ്പത്ത് ഇസ്ലാമിന്റെ ഒരു പ്രയാസഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കൊടുക്കാൻ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാണ്. സഹോദരന്മാരെ, ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ട ഒരു കാര്യം എന്താ? ഇസ്ലാമിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ ആദർശത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന, മുസ്ലിമീങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ സമ്പത്ത് എത്രമാത്രം ഇസ്ലാമിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദാനത്തെക്കുറിച്ച് പറഞ്ഞ എന്താ അറിയോ? മാ ദറ ഉസ്മാൻ മാ സനഅ ബഅദൽ യൗം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ദിവസത്തിൽ കൊടുത്ത സദഖ ഉണ്ടല്ലോ, ആ സദഖയ്ക്ക് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദഖയുടെ മഹത്വം കൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം പുറത്തു കൊടുക്കും. അത്രയും വലിയ സദഖയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ കല്യാണം കഴിച്ചു അദ്ദേഹം. ലോകത്ത് ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ച ഒരേ ഒരു വ്യക്തി ഭൂമിയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രവാചകന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച വ്യക്തി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹയും അവരുടെ മരണശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ വളരെ പ്രധാനമാണ്. പക്ഷെ 2 ഹിജ്റ നടത്തിയ സഹാബിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുടുംബവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അബീസീനിലേക്ക് ആദ്യമായി കൊണ്ട് മുസ്ലിമീങ്ങൾ ഹിജ്റ പോകുന്നത്. അവിടെ മുസ്ലിമീങ്ങൾ എത്തിയ പിന്നെ അവിടെയുള്ള ഭരണാധികാരികൾ അവരെ സ്വീകരിച്ചു. പക്ഷെ ആ സന്ദർഭത്തിലാണ് മക്കയിൽ ഒരു വാർത്ത അബീസിലേക്ക് വരുന്നത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം പാരായണം ചെയ്തപ്പോൾ മുശ്രിക്കീകളായ ആളുകളെല്ലാം സുജൂദ് ചെയ്തു. ആ ഖുർആനിന്റെ വശ്യതയിൽ, ആ ഖുർആനിന്റെ മാസ്മരികതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ ഒന്നടങ്കം സുജൂദ് ചെയ്തു. അപ്പൊ ഒരു കിംവദന്തി വരുന്നു, മക്കയിലെ മുശ്രിക്കുകളെല്ലാം തന്നെ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുജൂദിൽ വീണു, അവർ മുസ്ലിമീങ്ങളായി എന്നൊരു കിംവദന്തി മക്കയിലും അതുപോലെ തന്നെ ആ കിംവദന്തി അബീസിലേക്കും എത്തി. അപ്പൊ മക്കയിലുള്ള എല്ലാ ആളുകളും മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ഈ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മക്കയിൽ നടന്നൊരു കാര്യത്തിന്റെ തെറ്റായ വിവരമാണ് അബീസിലേക്ക് കിട്ടുന്നത്. ആ വിവരത്തിന്റെ സത്യാവസ്ഥ അറിയാൻ അവർക്ക് ഗൈബ് അറിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ധരിച്ചു വെച്ചതുപോലെ.
കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ബാധകല്ല. കാരണം അവർക്കത് അറിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇതിലേക്ക് അവർ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് ആദ്യത്തേതിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങളാണ് മക്കയിൽ. കുറച്ചാളുകൾ വീണ്ടും അബീസിയിലേക്ക് ഹിജറ പോയി. പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും മദീനയിലേക്ക് ഹിജറ പോവാൻ 2 ഹിജറ നടത്തിയ മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ കാലേക്കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു സദസ്സിൽ റസൂലുള്ളാഹി ഒരു തോട്ടത്തിൽ ഇരിക്കാൻ മദീനയിൽ അബ്ദുറഹ്മാൻ ബിൻ അങ്ങനെ പല സഹാബിമാരും ഇരിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ റസൂലുള്ളാഹിയുടെ അനുവാദം ചോദിച്ചു. അപ്പൊ കാവൽക്കാരനായ സഹാബി റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അനുവാദം ചോദിക്കും, ഞാൻ അനുവാദം കൊടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുക, അതോടൊപ്പം തന്നെ ബശ്ശിറുഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അലാ ഫിത്നത്തിൻ തകൂൻ, പക്ഷേ സ്വർഗം എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിക്കുക? ഒരുപാട് ഫിത്നകൾ, ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുക എന്ന് പിന്നെ താങ്കൾ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രവാചകന്റെ പ്രവചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ഖലീഫയായി. ആ ഖലീഫയായ കാലഘട്ടം മുതൽക്കു തന്നെ ഇസ്ലാമിന് ഒരുപാട് സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ അതിർത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അവരെത്തി. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക് കടക്കാൻ അവർ പരിശ്രമിച്ചിരുന്നു. പക്ഷെ ഇവിടെയുള്ള ശിർക്കിന്റെ കോട്ടകളെ ഭേദിക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് ആ രാജ്യങ്ങളിലേക്കാണ് അവർ കൂടുതൽ പോയത്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടാത്ത ഒരു മുസ്ലിം പോലും ഉണ്ടാവുകയില്ല. എന്താ കാരണം? നമ്മൾ ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധം എന്താണ്? നമ്മളെല്ലാം ഓതുന്ന മുസ്ഹഫ് റസ്മി ഉസ്മാനിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചതാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ലോകത്തൊരു മനുഷ്യൻ മുസ്ഹഫ് തുറന്നാൽ അതിന്റെ ഒരു കൂലി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിലേക്ക് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി ജീവിച്ച് ലോകം അവസാനിക്കുന്നത് വരേക്കുമുള്ള നന്മകൾ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രൂപത്തിലുള്ള നന്മകളാണ് അവിടെയൊക്കെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ പറഞ്ഞു, അബൂബക്കറും ജമഅൽ ഖുർആൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി കൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ചു. പക്ഷേ ഉസ്മാൻ ജമഅൻ നാസ് അലൽ ഖുർആൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഏറ്റവും വലിയ പണി എന്താണ്? മുഴുവൻ ജനങ്ങളെയും വിശുദ്ധ ഖുർആനിലേക്ക് അദ്ദേഹം ഏകോപിപ്പിച്ചു. അഥവാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചു. അപ്പൊ ആ നാടുകളിലേക്കൊക്കെ ഇസ്ലാമിന്റെ സന്ദേശവുമായി കൊണ്ട് സഹാബത്ത് കടന്നു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യത്യസ്തമായ ഖിറാഅത്തുകൾ പഠിച്ചു മനസ്സിലാക്കിയ സഹാബത്ത് ആ നാടുകളിൽ അതേ പ്രവാചകരിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ള ഖിറാഅത്തുകൾ ഓതി പഠിപ്പിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിക്കൊണ്ടും ചില ഖിറാഅത്തുകൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ടായി. കാരണം ഒരു സഹാബി ഓതുന്ന രൂപത്തിലല്ല മറ്റേ സഹാബി ഓതിയത്. കാരണം റസൂൽ 2 സഹാബത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇടപെട്ടുകയും എല്ലാ സഹാബത്തിനെയും വിളിച്ചു വരുത്തുകയും അവർക്ക് പ്രവാചകൻ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനെ ഒരു മുസ്ഹഫിലേക്ക് ക്രോഡീകരിക്കുകയും അങ്ങനെ ആ മുസ്ഹഫിനെ ഒരു പ്രത്യേകമായി എഴുത്തുകൊണ്ട് ആ ഖിറാഅത്തുകൾ മുഴുവൻ ഏകോപിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എടുത്ത് നോക്കിയാൽ മാലിക് യൗമിദ്ദീൻ എന്നത് അലിഫിൽ ഇടാതെയാണ്. സാധാരണ മാലിക് എന്നതിന് മീം കഴിഞ്ഞാൽ അലിഫ് ഉണ്ടാകും. പക്ഷെ റസ്മുൽ ഉസ്മാനിയിൽ മീം കഴിഞ്ഞാൽ അലിഫ് ഉണ്ടാകില്ല, മീമും ലാമും കൂട്ടിയിട്ടാണ് ഇത്. അതെന്തുകൊണ്ടാണ്? അത് ഉസ്മാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് എഴുതിയത്. അങ്ങനെ ഖുർആൻ എഴുതാൻ പറ്റുകയുള്ളൂ.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലിക് യൗമിദ്ദീൻ എന്നും മാലിക് യൗമിദ്ദീൻ എന്നും റസൂലുള്ളാഹി ആയത്ത് ഓതിയിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് രീതിയിലും ഓതണമെങ്കിൽ മീമിന് ശേഷം അലിഫിടാൻ പാടില്ല. അതിന്നും ഖുർആന്റെ ഒരു അത്ഭുതമായിക്കൊണ്ട് ലോകത്ത് നിലനിൽക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് വിശുദ്ധ ഖുർആന്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. അത് 100% ശരിയാണ്. കാരണം മറ്റു അറബി ഭാഷയിൽ നിന്ന് അറബി ഭാഷ എഴുതുന്നതിന് വ്യത്യസ്തമായ ശൈലിയാണ്, വ്യത്യസ്തമായ രൂപത്തിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ മുസ്ഹഫ് ക്രോഡീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോകത്തിൽ നിന്ന് ഇന്ന് വിട പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്ന് ഖബറിലേക്ക് നമ്മൾ ചേർന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഖബറിലേക്ക് നിരന്തരമായി കൊണ്ടുവരുന്ന എത്ര പുണ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങൾ ഇന്ന് മരിച്ചുപോയാൽ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്ന പോലെ വരുന്ന വല്ല സദഖകളോ നന്മകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 3 കാര്യങ്ങളല്ലാത്ത എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചൊത്തും മുറിഞ്ഞു പോകും. അതിലൊന്ന് സദഖത്തുൻ ജാരിയത്ത്, നിലനിൽക്കുന്ന സദഖയാണ്. അതുപോലെ തന്നെ വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, സന്താനങ്ങളാണ്. അതേപോലെ തന്നെ അവന് ഉപകാരപ്പെടുന്ന ഇൽമാണ്. ഈ 3 എണ്ണത്തിൽ ഏതാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തണം. ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് വ്യാപനങ്ങളുണ്ടായി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പന്നതയുടെ മടിത്തട്ടിലായി. മുസ്ലിമീങ്ങൾ സമ്പന്നതയുടെ മടിത്തട്ടിലായി. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, കുറച്ചു കാലഘട്ടത്തിൽ വലിയ സാമ്പത്തികം ഉണ്ടായിരുന്നുള്ളൂ. അവസാന കാലങ്ങൾ വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ സമ്പന്നന്മാരായി. ആ സമ്പത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകാനും കാരണമായി. കാരണം സമ്പത്ത് കൂടുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുക. അതെവിടെ അങ്ങനെ തന്നെയാണ്. സംഘടനയിലാണെങ്കിലും പള്ളി കമ്മിറ്റിയിലാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും പൈസ ഉണ്ടായോ അവിടെ പ്രശ്നം ഉണ്ടാവും. പൈസ ഇല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. ഇസ്ലാമിന്റെ കാലഘട്ടത്തിനിടയിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിനിടെ സമ്പത്ത് വർദ്ധിച്ചു. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം എത്തി. ഗനീമത്ത് സ്വത്തുകൾ ഒരുപാടുണ്ടായി. മുസ്ലിമീങ്ങൾ സുഖലോലുപന്മാരായിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പലരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ആരോപണങ്ങൾ, പുതിയ ആരോപണങ്ങൾ തലപൊക്കാൻ തുടങ്ങി. ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും അന്ന് അവിടെ ജീവിച്ചിരുന്ന ചില കപടന്മാർ, പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്കൊക്കെ കടന്നു വന്ന കപടന്മാർ പണി തുടങ്ങി. അത് ഏറ്റവും മുമ്പതിൽ നിന്നുള്ള ആൾ അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറഞ്ഞ ജൂതനാണ്. അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന മനുഷ്യൻ, അയാളാണ് ഷിയായിസത്തിന് രൂപം കൊടുത്തത്. ആ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കടന്നു വന്ന് മുസ്ലിം ആയിക്കൊണ്ട് അഭിനയിച്ചു. എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്താ പ്രശ്നം? ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹുവിന് ശരിയല്ല. ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹുവിന് വളരെ പ്രായം ചെന്ന മനുഷ്യൻ. പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ എന്ത് ഖലീഫ ആകാനാണ്? ഓലൊക്കെ പ്രായം ചെന്ന് വയസ്സായില്ലേ? ഈ വയസ്സായ ആളുകൾ എങ്ങനെയാണ് ഖിലാഫത്ത് ഏറ്റെടുക്കുക? ഇപ്പൊ യുവാക്കൾ ഇത് പറഞ്ഞ് തിളപ്പിക്കാൻ വലിയ എളുപ്പമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് വയസ്സ് കൂടുതലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധിക്കോ ഓർമ്മക്കുറവിനോ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിനോ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിക്കോ ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. നല്ല കൂർമ്മ ബുദ്ധിയുള്ള, നല്ല തന്റേടിയായ മനുഷ്യനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അപവാദം ആളുകൾ പറഞ്ഞു, ഇന്നും നമ്മുടെ കേരളത്തിലടക്കം ആ മലയാളത്തിലേക്ക് തോന്നിവാസം പകർത്തപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബക്കാർക്ക് അധികാരം കൊടുത്ത്, തന്റെ അധികാരത്തിൽ തന്റെ കുടുംബക്കാരെ പങ്കാളിയാക്കി. അങ്ങനെ അധികാരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഴിമതി കാണിച്ചു എന്ന് ഷിയാക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കള്ളക്കഥ നമ്മുടെ മലയാളത്തിൽ ഒന്ന് വായിക്കാൻ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട എത്രത്തോളം ചോദിച്ചാൽ ബൈഅത്തുർ റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് നടത്തിയപ്പോ റസൂൽ സാധാരണ സഹാബത്തിന് ബൈഅത്ത് വാങ്ങാൻ, പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി യദ് ഉസ്മാൻ, ഇത് ഉസ്മാനിന്റെ കൈയാണെന്ന് പറഞ്ഞ് റസൂൽ സ്വന്തം കൈ കൊണ്ട് ഉമർ അദ്ദേഹത്തിന് വേണ്ടി ബൈഅത്ത് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം കൈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈയാക്കിയിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങി. അങ്ങനെയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മലക്കുകൾ പോലും ഉസ്മാനിൽ നിന്ന് ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന് വേണ്ടി സമ്പത്ത്, ബിർ റൂമ കിണർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത, കാരണം ജൂതന്മാരുടെ കയ്യിലുള്ള കിണർ മുസ്ലിമീങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായി. തന്റെ സമ്പത്ത് കൊടുത്ത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആ കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപവാദം പറയാൻ ഇന്ന് മലയാളികൾക്ക് പോലും മുസ്ലിമീങ്ങൾക്ക് പോലും ലജ്ജയില്ലാതെയായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പറ്റി പറയാൻ മോശമായി ചിന്തിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അതിലേറ്റവും കൂടുതൽ വിമർശനങ്ങൾ, ഖുലഫാഉർ റാഷിദുകളിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായ സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സാധാരണ പണ്ഡിതന്മാർ ഒരു വാക്ക് പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തൃപ്തിപ്പെട്ടാൽ ജഅലഹു അലാ ലിസാനി അദുബിഹി, തന്റെ ശത്രുവിന്റെ നാവിൽ ആ മനുഷ്യൻ അല്ലാഹു ഇട്ട് കൊടുക്കുന്ന. അത് അള്ളാഹ്ക്കൊരു മനുഷ്യന് ഇഷ്ടമുണ്ടെങ്കിൽ തന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ മനുഷ്യനെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുക. കാരണം എന്താ, ഓരോ സംസാരത്തിനും അദ്ദേഹത്തിന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം പണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ലോകത്തെ ഹദീസ് നിഷേധികൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് അബീദക ഹാദാ ഇലൈക്, അല്ലാഹുവേ നിന്റെ ഈ അടിമയെ നീ ഇഷ്ടപ്പെടണം, അദ്ദേഹത്തിന്റെ മാതാവിനെ നീ ഇഷ്ടപ്പെടണമെന്ന് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ഉണ്ട്. പക്ഷെ ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ശിയാക്കൾക്ക് ഏറ്റവും വെറുപ്പുള്ള സഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും തൃപ്തിപ്പെട്ട, അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട 5 ആളുകൾക്ക് അദ്ദേഹം അനർഹമായിക്കൊണ്ട് സ്ഥാനക്കയറ്റം കൊടുത്തു എന്നാണ്. ഇത് ശിയാക്കൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയാണ്. ആരൊക്കെ 5 ആൾ? ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ്, സംശയമില്ല. പക്ഷെ ആ കുടുംബക്കാരനാണ് എന്ന കാരണം കൊണ്ടല്ല അദ്ദേഹത്തിന് സ്ഥാനം അമീറാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരനായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളിയനായിരുന്നു. വിശ്വാസികളായ ആളുകളുടെ അമ്മാവനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതി വെക്കുന്ന ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഒരാളെ എത്രത്തോളം വെച്ച് മഹാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അമീറായി അഥവാ അദ്ദേഹത്തെ ഗവർണറായി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സഹാബിയെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടുത്ത ഒരു സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധീരനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാം ആഫ്രിക്കയിലേക്ക് കടന്നു ചെന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തന്റെ കുടുംബക്കാരെ വെച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ വ്യാപനം അങ്ങോട്ടുണ്ടാകുമോ? ഇസ്ലാമിന്റെ വിമർശകന്മാർ പറയുന്നത് പലപ്പോഴും നമ്മൾ ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രം കേട്ട് മറ്റേ ഭാഗത്തെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ പഠിക്കാതെയോ സഹാബത്തിനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരായിരുന്നു. ഈ 5 ആൾക്കാരെ പറ്റിയ വിമർശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകൻ കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഏറ്റവും അടുത്ത ആളായി നിശ്ചയിച്ചത്. അതുപോലെ തന്നെ സഈദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ വലീദ് ഇബ്നു ഉഖബ, ഇവരൊക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച ആൾക്കാരാണ്. റസൂൽ തന്നെ സ്ഥാനം കൊടുത്ത ആൾക്കാരാണ്. അവർ തന്റെ കുടുംബക്കാരായി പോയി എന്നുള്ളതല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധിക്ഷേപിക്കുന്ന പല ആളുകളും അലി റളിയല്ലാഹു അൻഹു ചെയ്ത് കാണാറില്ല. നമ്മളെ 2 സഹാബത്തും അതിൽ ആക്ഷേപാർഹരല്ല. പക്ഷേ ഈ ശിയാക്കളുടെ അജണ്ട് അലി റളിയല്ലാഹു അൻഹു സംരക്ഷിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കുകയും ചെയ്യും. തന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അടുത്ത സ്ഥാനം നൽകിയെങ്കിൽ അതിന് 100% അവർക്ക് അർഹതയുണ്ട്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 5 ആളുകൾക്കാണ് നൽകിയതെങ്കിൽ അലി റളിയല്ലാഹു അൻഹു 7 ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ആളുകൾ പറയാറില്ല. അഹ്ലുസുന്നപ്പെട്ട ആളുകൾ ഏതായാലും ആക്ഷേപിക്കാറില്ല. കാരണം അത് അദ്ദേഹത്തിന് ആക്ഷേപത്തിന് അർഹതയില്ല. ആക്ഷേപിക്കാൻ അദ്ദേഹത്തിന് നമ്മളെ സംബന്ധിച്ച് വകുപ്പില്ല. പക്ഷെ ഷിയാക്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രം ഹൈലൈറ്റ് ചെയ്യുകയും മഹാന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിൽപ്പെട്ട 7 ആളുകൾക്ക്, അതിനൊരു കുഴപ്പമില്ല. കാരണം എന്താ, അവർ അതിന് അവകാശികളാണ്,
അവരാണ് ആ പ്രവർത്തനം ചെയ്യാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ. ഈ രൂപത്തിൽ ഞാൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞിരുന്നതുപോലെ അനാവശ്യമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിച്ചു. എന്നിട്ട് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ തള്ളിവിടുന്ന അവസ്ഥ ഉണ്ടായി. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ പറഞ്ഞു പരത്തിയ മറ്റൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് ഉണ്ടാക്കിയെന്ന്. നമുക്കറിയാം ജുമാക്ക് ഒറ്റ ബാങ്കേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആദ്യ കാലഘട്ടത്തിലും ജുമാക്ക് ഒറ്റ ബാങ്കേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വികസിച്ചപ്പോൾ മദീന വലിയൊരു പട്ടണമായി വികസിക്കാൻ. കാരണം പല രാജ്യങ്ങളിൽ നിന്നും ആ മദീനയിലേക്ക് ആളുകൾ വരികയും കച്ചവടത്തിന് ആളുകൾ വരികയും ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് നല്ല സമ്പത്ത് കിട്ടണം. വെള്ളിയാഴ്ച അടക്കം കച്ചവടം പൊടിപൊടിക്കാണ്. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് പള്ളിയുടെ വിദൂര സ്ഥലങ്ങളിലേക്ക് കച്ചവടം വ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അങ്ങാടി വികസിക്കാൻ അങ്ങനെയല്ലോ. അങ്ങാടിയുടെ പരിധിക്ക് പുറത്തേക്ക് ബിൽഡിങ്ങുകളും ആളുകളും വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വികസനം വരും. ഇപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മദീന കുറച്ച് വികസിച്ച സന്ദർഭത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് കച്ചവട വ്യാപാര സ്ഥലങ്ങൾ മാറിപ്പോയി. സ്വാഭാവികമായി ഘട്ടം ആളുകൾക്ക് ജുമുഅക്ക് ബാങ്ക് കൊടുത്ത പിന്നെ കച്ചവടം ഹറാമാണ്. വൈദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ല. ഉസ്മാൻ റളിയല്ലാഹു എന്ത് ചെയ്തു? സൗറ എന്ന് പറയുന്ന ആ പള്ളിയുടെ കുറച്ച് ഭാഗത്തുനിന്ന് ദൂരെയായി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ജുമുഅക്ക് മുമ്പ് തന്നെ ഒരു 1-ാം ബാങ്ക് കൊടുക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. ഇതെന്തിനുള്ള ബാങ്ക? ആ ജുമുഅക്കുള്ള ബാങ്കല്ല. ജുമുഅക്ക് സമയമായി എന്ന് ആളുകൾ അറിയിക്കാൻ വേണ്ടി ഉള്ള ബാങ്കാണ്. ഇത് അദ്ദേഹം ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ഒരു സംഭവമാണ്. പക്ഷെ അവിടെയുള്ള ഒരു സഹാബിയും അദ്ദേഹത്തിന്റെ ആ ബാങ്കിന് എതിർത്തില്ല. കാരണം അത് പള്ളിയിലല്ല, മിമ്പറിന്റെ അടുത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജുമുഅന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇമാം മിമ്പറിൽ കയറിയാൽ മിമ്പറിന്റെ അടുത്ത് അല്ലെങ്കിൽ മിമ്പറിന് മുമ്പ് എന്നാണ് ആ ബാങ്ക് വിളിക്കുക. പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആളുകൾ അറിയിക്കാൻ വേണ്ടി സൗറ അൽ ബാങ്ക് കൊടുത്തു. അത് സഹാബത്ത് മുഴുവൻ അംഗീകരിച്ചു. സഹാബത്തിന് ഇജ്മാ അതിനുണ്ടായി. അത് ബിദ്അത്താണോ? അത് ബിദ്അത്തല്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർ-റാഷിദീൻ. നിങ്ങൾ എന്റെ സുന്നത്തും പിടിക്കണം, ഖുലഫാവിന്റെ സുന്നത്തും പിടിക്കണം. അപ്പൊ തറാവീഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 3 ദിവസങ്ങളിലാണ് ജമാഅത്ത് നിസ്കരിച്ചത്. പിന്നീട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓരോരുത്തർ ഒറ്റക്കൊറ്റ നിസ്കരിക്കാൻ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഇമാമിന്റെ കീഴിൽ പള്ളിയിൽ ഒന്നിച്ച് ജമാഅത്ത് വീണ്ടും തുടങ്ങിയത്. അത് ബിദ്അത്താണോ? ബിദ്അത്തല്ല. കാരണം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അതുണ്ട്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയത് ബിദ്അത്തല്ല. കാരണം സഹാബത്തിന് ഇജ്മാ അതിനുണ്ട്. അപ്പൊ ചില ആൾക്ക് സംശയം ഉണ്ടാവും, എന്നാ സലഫികളെ കള്ളിയിൽ എന്താന്ന് ബാങ്ക് കൊടുക്കാത്തത്? കാരണം മഹാൻ ഇമാം ഷാഫി തന്നെ പറഞ്ഞ്, ഇമാം ഷാഫിയുടെ കിതാബിൽ കാണാം, ഉഹിബ്ബു അൻ യുഅദ്ദന ജുമുഅത്തി അദാനൻ വാഹിദൻ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആ ബാങ്ക് ഒരു മസ്ലഹത്തിന് വേണ്ടിയാണ്. ഇത് പറഞ്ഞ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. എല്ലാവരുടെ കയ്യിലും ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്, അറിയുന്ന സംവിധാനങ്ങളുണ്ട്. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജുമുഅക്ക് ഒരു ബാങ്ക് കൊടുക്കാനാണ്. ഇൻദൽ മിമ്പർ. അതെവിടുന്നാണ്? മിമ്പറിന്റെ അടുത്തുനിന്ന്. അതേപോലെ തന്നെ എന്തുകൊണ്ട് വഹിബ്ബു മാ കാന യഫ്അലു അലാ ഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ. അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാങ്കിന്റെ സിസ്റ്റമാണ് എനിക്കിഷ്ടം എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ 2 ബാങ്ക് കൊടുക്കുന്ന പള്ളികളുണ്ട്. 2 ബാങ്ക് കൊടുക്കുക എന്ന് മാത്രമല്ല, ഒരു റസൂലുള്ളാഹിയും സഹാബത്തും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ അടക്കമുള്ള കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ബാങ്ക് അനുസരിച്ചുകൊണ്ട് ജുമുഅ നടക്കുന്ന പള്ളികൾ ബിദ്അത്തിന്റെ പള്ളിയാന്ന് പറയും ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ആ 2 ബാങ്ക് പള്ളിയിലേക്ക് 2-ാം ബാങ്ക് പിന്നെ 1-ാം ബാങ്ക് പള്ളിയിലേക്ക് കൊണ്ടുവന്നത് അതേതായാലും സഹാബത്തിന്റെ കാലഘട്ടത്തിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ എപ്പോ നടക്കണം? 2 പള്ളിയിൽ നടക്കണം. അതേതായാലും സഹാബത്തിന്റെ കാലത്തിൽ ഉണ്ടായിട്ടില്ല. അത് പിന്നീട് വന്ന അമവി കാലഘട്ടത്തിലാണ് ആ പുറത്തുള്ള ബാങ്ക് അഥവാ സോറാലുള്ള ബാങ്ക് പിന്നീട് ഈ മിമ്പറിനടുത്തേക്ക് തന്നെ പള്ളിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. അത് സഹാബത്തിന്റെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള അപവാദങ്ങളൊന്നും യഥാർത്ഥ വസ്തുതാപരമല്ലെന്ന് മനസ്സിലാക്കുകയും ഈ സഹാബത്തിന്റെ സീറകളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ വിജ്ഞാനം നേടുക, അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് കരസ്ഥമാക്കുവാൻ ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അറിവ് തേടി മാസങ്ങളോളം, ഒരു ഹദീസൊക്കെ ജാബിർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചൊരു ഹദീസ് നേരിട്ട് കേൾക്കാൻ വേണ്ടി ഒരു മാസക്കാലം തന്റെ മൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്ത സഹാബത്ത് ഏത് ഇമാമിന്റെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ 10,000 കിലോമീറ്ററുകൾ വാഹനങ്ങൾ താണ്ടി ആ മരുഭൂമിയിലൂടെ അവർ യാത്ര പോയിട്ടുണ്ട്. അവർ പഠിച്ച ഇൽമിന്റെ അസറുകളാണ്, അതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളിലേക്ക് എത്തിയിട്ടുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇൽമിന്റെ ആ പാരമ്പര്യങ്ങളൊക്കെ. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജുമാ ഖുത്ബകൾ ഇൽമിന്റെ ഒരു അവസ്ഥയാണ്. അതുപോലത്തെ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളും അതുപോലെ QHLSകളൊക്കെ. അപ്പൊ എവിടെ ഇൽമിന്റെ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയാലും അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇപ്പൊ പ്രത്യേകിച്ചും വെക്കേഷനൊക്കെയാണ്. വെക്കേഷനുകളിൽ ഇപ്പൊ പലപ്പോഴും എന്താ വെച്ചാല് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മുസ്ലിമീങ്ങളുടെ ആഘോഷം ഏതാണ് അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളുടെ ആഘോഷം ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ പെരുന്നാൾ ഏതാണ്, ക്രിസ്മസ് ഏതാണ്, രണ്ടും നമുക്കുള്ള തന്നെയല്ലേ എന്നൊക്കെയാണ് പല ആളുകൾക്കുള്ള ചിന്ത. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ, നമുക്ക് സ്റ്റാർ തൂക്കാഞ്ഞാൽ അതൊക്കെ എന്തോ ഒരു മതസൗഹാർദ്ദത്തിനുള്ള ബംഗാളില് നമ്മളും സ്റ്റാറൊക്കെ തൂക്കണ്ടേ എന്നൊക്കെ തെറ്റായി ചിന്തിക്കുന്ന പല ആളുകളെയും കാണാൻ കഴിയും. അതിനാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുക. സഹാബത്തിന്റെ കാലഘട്ടത്തിലും ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ഉണ്ട്, അവർക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട്. പക്ഷെ ഒരു സഹാബിയും അവിടെ ആഘോഷങ്ങൾ പങ്കെടുത്ത് ഒരു മതസൗഹാർദ്ദം നടത്തിയ ചരിത്രം ലോകത്ത് ഇവിടെയില്ല. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുന്നത് മതവിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ചും ഈ വെക്കേഷൻ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകും, വലിയ ജോലി തിരക്കൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ തോട്ടശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന ഒരു പഠന സെക്ഷൻ അല്ലെങ്കിൽ പഠന സെമിനാർ നടക്കുന്നുണ്ട്. അത് ക്ലാസ്സുകൾ കുറവായിരിക്കും. നമ്മുടെ ദീനിയായ രംഗത്തുള്ള എല്ലാ സംശയങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അവസരങ്ങൾ ഉണ്ടാകും. അവർ എഴുതി കൊടുത്താൽ നമ്മുടെ എല്ലാ സംശയങ്ങളും നമ്മുടെ എല്ലാ പണ്ഡിതന്മാരെയും ഒന്നിച്ചു കിട്ടുന്ന അവസരമാണ്. നമ്മളെല്ലാവരും അത് മുതലാക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളെല്ലാം അതിൽ പങ്കെടുക്കണം. ഒരു ദിവസമെങ്കിലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പരലോകത്ത് പടച്ചറബിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരവസരമാണ്. നമുക്ക് ഭക്ഷണ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പടച്ചോനെ ഒരു ദിവസമെങ്കിലും ഈ 63 കൊല്ലത്തിനടുക്ക് അല്ലെങ്കിൽ 60 കൊല്ലത്തിനടുക്ക് അല്ലെങ്കിൽ 50 കൊല്ലത്തിനടുക്ക് ഞാൻ ഒരു ദിവസമെങ്കിലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ നമുക്ക് ബാക്കിയാകുന്ന ഒരു അമലാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ കുടുംബസഹിതം പങ്കെടുക്കുക. കുട്ടികൾ, ചെറിയ കുട്ടികൾ വേറെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ എല്ലാവരും അവിടെ ഉണ്ടാകും. എന്ത് സംശയങ്ങളും, ദീനിയായ ഫിഖഹിയായ സംശയങ്ങൾ, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടതാണോ, ഇനി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണോ, ഇനി നമുക്ക് മറ്റുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അങ്ങനെ ഏത് വിഷയത്തിലുള്ള സംശയങ്ങളും തീർക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് അവിടെ ഉണ്ടാകുക. എല്ലാ ആളുകളും അതിൽ കുടുംബസമേതം പങ്കെടുക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, ആ രജിസ്ട്രേഷൻ ചെയ്യാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ആഴത്തിൽ പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാ പ്രയാസങ്ങളും അല്ലാഹു ലഘൂകരിച്ച് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك أرحم الراحمين.